നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് ജന്തർ മന്ദറിലുണ്ടായ നിരാഹാര സമരത്തെ തുടർന്നുണ്ടായ പാർലമെൻറ്റ് മാർച്ചും ഒക്കെ ബന്ധപ്പെട്ടുകൊണ്ടുണ്ടായ കലാപം അവസാനം കേന്ദ്ര മന്ത്രിസഭയിലെ മന്ത്രിമാർ ഇടപെട്ടുകൊണ്ട് സമരത്തിന് നേതൃത്വം കൊടുത്തവരുടെ ആവശ്യാർത്ഥം കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെച്ചു. സമരത്തിൽ അറസ്റ്റ് ചെയ്തവരെ വിട്ടയക്കാമെന്ന് വാക്കുകൊടുത്തു. FIR പിൻവലിക്കാമെന്ന് പറഞ്ഞു. എല്ലാം കേന്ദ്രം അനുവദിച്ചുകൊണ്ട് സമരം അവസാനിപ്പിക്കുമ്പോൾ ചില കക്ഷികളുടെ ഇടപെടലുകൾ കാരണം സുപ്രീം കോർട്ടിൽ ഈ കേസുകൾ എത്തുന്നു. സുപ്രീം കോടതി ഇപ്പോൾ ഇടപെട്ടുകൊണ്ട് വളരെ വ്യക്തത വരുത്തിക്കൊണ്ട് ചില തീരുമാനങ്ങൾ പ്രഖ്യാപിക്കുന്നു. അത് തികച്ചും സമരക്കാർക്ക് എതിര് തന്നെയാണ്. കേന്ദ്രം കൊടുത്ത വാക്കുകളാണ്. അറസ്റ്റിലായവർ FIR ഉള്ളവർ ഒക്കെ ഒഴിവാക്കാമെന്നാണ് കേന്ദ്രം കൊടുത്ത വാക്ക്. പക്ഷേ സുപ്രീം കോടതി, വളരെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വളരെ ഗൗരവമായി ആ കേസ് പഠിച്ചിട്ട് ഇന്നലെ ചില ഓർഡറുകൾ ഇറക്കി. ഈ കലാപത്തിലെ കേസുമായിട്ട് മുന്നോട്ട് പോകാം. അതിൻ്റെ അന്വേഷണവുമായിട്ട് ഒരു കേസും പിൻവലിക്കേണ്ട, ഒരു അറസ്റ്റും പിൻവലിക്കേണ്ട, ഒരു FIRും പിൻവലിക്കേണ്ട. ഇതാണ് വളരെ വ്യക്തമായിട്ട് കോടതി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൽ കോടതി ഒന്നും കൂടി മനസ്സിലാക്കിക്കൊണ്ട് പറയുന്നുണ്ട്, പ്രായപൂർത്തിയാകാത്ത ക്രിമിനൽ സ്വഭാവമില്ലാത്തവരെ ഈ കേസിൽ നിന്ന് ഒഴിവാക്കാം. അവരെ തന്നെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പുറത്തുവിടാം. അവർക്ക് എന്തെങ്കിലും FIR ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കാം. ഇതൊക്കെയാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. അതിനോടും ഞാൻ വ്യക്തിപരമായിട്ട് പൂർണ്ണമായി യോജിക്കുന്നില്ല. കാരണം പ്രായപൂർത്തി എന്ന ആ ഒരു വയസ്സുണ്ടല്ലോ, 18 വയസ്സാണ് ഈ പ്രായപൂർത്തി. അത് മാനസികമായിട്ടുള്ള വളർച്ചയാണോ ശാരീരികമായിട്ടുള്ള വളർച്ചയാണോ എന്താണെന്ന് ഇന്നും വ്യക്തത വരുത്തേണ്ട ഒരു കാര്യമാണ്. ഇവിടെ ഡൽഹിയിലെ ഒരു ബസ്സിലൊരു കൂട്ടബലാത്സംഗം ഉണ്ടായി. ഓർക്കുന്നുണ്ടോ? ഒരു കുഞ്ഞിനെ പിടിച്ചു കൊണ്ടുപോയി കൂട്ടബലാത്സംഗം ചെയ്തൊരു കേസുണ്ട്. ആ കേസിലെ പ്രധാന പ്രതി 17 വയസ്സ് തികയാത്തൊരു പയ്യനായിരുന്നു. അപ്പോൾ ഈ പ്രായപൂർത്തിക്ക് എന്തർത്ഥമാണുള്ളത് എന്ന് നമ്മൾ ഇനിയും ഒരു പഠനം തന്നെ വലിയ തോതിൽ നടത്തേണ്ടതുണ്ട്. അപ്പോൾ ഈ കലാപത്തിന് നേതൃത്വം കൊടുക്കാൻ ഇവന്മാർക്ക് കഴിയില്ല എന്നാണല്ലോ കോടതിയോ അല്ലെങ്കിൽ നമ്മുടെ ഒരു അനുമാനം. പ്രായപൂർത്തിയായാലേ അവൻ ചെയ്യുന്നത് കലാപമാവുള്ളൂ എന്ന് പറയുന്നതിന് അർത്ഥമില്ല. ഇവിടുത്തെ വിദ്യാർത്ഥി സംഘടനകളിൽ 50% കൂടുതലും ക്രിമിനൽ സ്വഭാവമുള്ളവരാണ് എന്ന് ബഹുമാനപ്പെട്ട കോടതി മനസ്സിലാക്കണം എന്ന് എൻ്റെ ഒരു വിനീതമായ അഭ്യർത്ഥനയാണ്. കേരളത്തിൽ കഴിഞ്ഞ വർഷം ഇതുപോലെ നീറ്റ് പരീക്ഷ എഴുതി അഡ്മിഷൻ കിട്ടിയ ഒരു മെഡിക്കൽ വിദ്യാർത്ഥി കെട്ടിത്തൂക്കി ഇവന്മാരുടെ ഗ്യാങ് പീഡിപ്പിച്ചിട്ട് റാഗിങ് ചെയ്ത് പീഡിപ്പിച്ച് ഒരു ദിവസമോ 2 ദിവസമോ അല്ല, ദിവസങ്ങളോളം മാസങ്ങളോളം പേടിച്ചിട്ട് ആ പയ്യൻ പുറത്തു പറഞ്ഞില്ല. സ്വന്തം വീട്ടിൽ പോലും പറഞ്ഞില്ല.
റാഗിങ് നടത്തി പീഡിപ്പിച്ച് കൊന്ന് അവൻ്റെ ശരീരം മുഴുവൻ ഇപ്പോൾ ഒരു ഉസ്ബെക്കിസ്ഥാനിലെ ഒരു മെഡിക്കൽ വിദ്യാർത്ഥി പെൺകുട്ടീനെ ഒരു കഥയുണ്ടല്ലോ, ഇവർ ആരും ചർച്ച ചെയ്യുന്നില്ല. ആ കുട്ടിയുടെ ശരീരം മുഴുവൻ പലതരം അപകടകരമായ ശരീരഭാഗങ്ങളിലെ ശരീരത്തിൽ കാണുന്ന ആ അപകടകരമായ മുറിവുകൾ കാണുമ്പോൾ അതുപോലെ തന്നെയായിരുന്നു. ഇത് പെൺകുട്ടിയാണെങ്കിൽ ഇവിടെ ഒരു ആൺകുട്ടി സിദ്ധാർത്ഥ്, അവനെ മാസങ്ങളോളം പീഡിപ്പിച്ചാണ് കൊന്ന് കെട്ടിത്തൂക്കിയത്. ആ കേസ് എന്തായി? ആരും ഒന്നും പറയുന്നില്ല. ഇതാ ഉസ്ബെക്കിസ്ഥാനിലെ കേസ് എന്തായി? ഒന്നും ഉണ്ടാവില്ല. കേരളത്തിലാണ് സംഭവം. അത് യു പിയിലോ വേറെ വല്ല സംസ്ഥാനത്ത് വെച്ചാൽ അത് എന്തെങ്കിലുമൊക്കെ ശിക്ഷ കിട്ടും. കേരളത്തിലൊന്നും ഉണ്ടാവില്ല. ഇപ്പം ഈ കേസിൽ തന്നെ കോടതിയുടെ ഓർഡർ ഒക്കെ, അതായത് കേസ് മുന്നോട്ട് പോകണം, അന്വേഷണം തുടരണമെന്ന് സുപ്രീം കോടതി പറഞ്ഞതാ. ഇപ്പോഴാ ഇന്നലെ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിക്ക് ഒരു കത്ത് കൊടുക്കുന്നു. മുഖ്യമന്ത്രി ഓർഡർ ഇട്ടു എന്ന് ഞാൻ കേട്ടത്, സത്യം എനിക്കറിയില്ല, പത്രങ്ങളിൽ ഞാൻ കണ്ടതാണ്. കേരളത്തിൽ നീറ്റ് പരീക്ഷയുമായി ഉണ്ടായ ലഹളയിലെ ഈ കേസുകളെല്ലാം പിൻവലിക്കാൻ പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയും കൂടി തീരുമാനിച്ചു എന്നാണ് ഞാൻ കേട്ടത്. അപ്പോൾ ഇവിടുത്തെ കേസുകളും ലാത്തിച്ചാർജും FIRും ഒക്കെ ഒരു ഡ്രാമ, അവരെ എനിക്ക് വെറുതെ വിടാം. ഒരു കാര്യം ശരിയാണ്, ആ രണ്ട് പാർട്ടിയിലെ വിദ്യാർത്ഥി സംഘടനകളാണ് അത് മുഴുവൻ ചെയ്തിരിക്കുന്നത്. കോൺഗ്രസിൻ്റെ വിദ്യാർത്ഥി സംഘടനയും CPMൻ്റെ വിദ്യാർത്ഥി സംഘടനയാണ് മെയിനായിട്ട് ആ ലഹള മുഴുവൻ ഉണ്ടാക്കിയത്. അപ്പോൾ അവർ രണ്ടാളും കൂടിയാണ് തീരുമാനിച്ചു. സുപ്രീം കോടതിയുടെ ഓർഡറൊന്നും അവർക്ക് പുല്ലുവിലയാണ്. അവരാ തീരുമാനിച്ചു കേസൊക്കെ പിൻവലിക്കുക, ലാത്തി ചാർജ് പിൻവലിക്കുക, FIR പിൻവലിക്കുക. അങ്ങനെ ഞാൻ പേപ്പറിൽ ന്യൂസ് കൊണ്ട് സത്യമാണെന്ന് അറിയില്ല. ഇതിപ്പോൾ ഇന്നുമായിട്ടുള്ള സംഭവമാണ്. അങ്ങനെ ചെയ്താൽ അതിനെ ചോദ്യം ചെയ്യപ്പെടുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം സുപ്രീം കോടതിയുടെ ഒരു ഓർഡർ നിലനിൽക്കുമ്പോൾ കേസുമായി മുന്നോട്ട് പോകണം, ശരിയായി അന്വേഷിക്കണം, സ്വതന്ത്രമായി അന്വേഷിക്കണം എന്നാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. അതിൽ ഒരു കാര്യം മാത്രം സുപ്രീം കോടതി പറഞ്ഞു, 18 വയസ്സായ പ്രായപൂർത്തിയാവാത്തവർ ക്രിമിനൽ സ്വഭാവം ഇതിനു മുന്നിലൊന്നും ഇല്ലെങ്കിൽ അവനെ വെറുതെ വിടാൻ പറഞ്ഞിട്ടുണ്ട്. അതും ശരിയൊന്നുമല്ല എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. കാരണം ഈ സിദ്ധാർത്ഥനെ പീഡിപ്പിച്ച് കെട്ടി തൂക്കി. പണ്ട് കോട്ടയം മെഡിക്കൽ കോളേജിലൊരു പെൺകുട്ടിയെ അതേ മെഡിക്കൽ കോളേജിലെ പ്രിൻസിപ്പാളിൻ്റെ അനന്തരവനടക്കം ഉൾപ്പെട്ടുകൊണ്ട് ക്രൂരമായി ബലാത്സംഗം ചെയ്ത് അവശയായി കിടന്ന് ആ കുട്ടി രക്ഷപ്പെട്ടു. ആ കഥ അല്ലെങ്കിൽ കുട്ടിയുടെ പേരോ ഇപ്പം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ആ കേസൊന്നും ഇവിടെ ഒന്നും ഉണ്ടായില്ല. അതൊക്കെ ഒത്തുതീരുക. അതാണ് കേരളം, നമ്പർ 1 കേരളം. അപ്പോൾ ഈ സുപ്രീം കോടതി പറയുന്ന ഓർഡർ പോലും ഇവിടെ നടത്താൻ തയ്യാറല്ല. ഇനി സുപ്രീം കോടതി വളരെ സൂക്ഷ്മമായി നിരീക്ഷിച്ചിട്ട് തന്നെയാണ് കേന്ദ്രം വരെ വാക്ക് കൊടുത്തു. കേസ് പിൻവലിക്കാം, FIR പിൻവലിക്കാം, അറസ്റ്റിൽ അവരെ വിട്ടയക്കാം. അത് ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് ഇപ്പോൾ സുപ്രീം കോടതി ഇടപെട്ടു, കേസുമായി മുന്നോട്ട് പോകണം. അതിൽ ഒരു കാര്യം മാത്രം ക്ലോസ് ചെയ്ത് പറഞ്ഞു, പ്രായപൂർത്തിയാവാത്ത 18 വയസ്സ് തികയാത്ത ക്രിമിനൽ സ്വഭാവമില്ലാത്തവരെ വിട്ടയച്ചോ എന്നാണ് പറഞ്ഞത്. അതും ഞാൻ ബഹുമാനപ്പെട്ട കോടതിയോട് പറയാണ്, അതും മുഴുവനായി ശരിയല്ല. കാരണം നമുക്കറിയാം, ഡൽഹിയിലെ ഒരു ബസ്സിൽ രാത്രിയിലൊരു പെൺകുട്ടിയെ ഏതോ സ്റ്റോപ്പിൽ നിന്ന് പിടിച്ചു കയറ്റി കൊണ്ടുപോയി കൂട്ടബലാത്സംഗം ചെയ്ത് കൊന്നു. ആ കേസ് നമ്മളെല്ലാവരും അറിഞ്ഞതാണ്. അവശയായ കുട്ടി. എന്നിട്ട് ഞാൻ മനസ്സിലാക്കുന്ന സോണിയാഗാന്ധിക്ക് അതിൽ ഇടപെട്ടു എന്നൊക്കെയാണ് അന്നത്തെ കാലത്ത് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അന്ന് ആ കേസ്, ആ കുട്ടി മരിക്കുകയൊക്കെ ഉണ്ടായി. ആ കേസിൽ 17 വയസ്സ് പോലും തികയാത്തൊരു പയ്യനുണ്ടായിരുന്നു. അപ്പോൾ ഈ പ്രായപൂർത്തിക്ക് എന്താ അതിൻ്റെ ഒരു ആ ഒരു മാർക്ക് എന്താണെന്ന് എനിക്കറിയില്ല. ആ ഒരു ലെവൽ എപ്പോഴാണ് പ്രായപൂർത്തി? എന്നിട്ട് അവനെ എന്താണ് മറ്റേ സ്ഥലത്തേക്ക് പറഞ്ഞു വിട്ടു കോടതി. അപ്പോഴും ശിക്ഷ കൊടുക്കില്ല അവനെ എന്താണ് ഈ ബാല അങ്ങനത്തെ സ്ഥലത്തേക്ക് അവനെ പറഞ്ഞു വിട്ടു. അതാണ് അവൻ്റെ ശിക്ഷ. ഇത്രയും വലിയ കുറ്റം ചെയ്തിട്ട് ഇത് തന്നെയാണ് ഈ 17-15 വയസ്സായ ആൾക്കാരെ കൊണ്ട് കൊല്ലുക, അവനെ കൊണ്ട് ബലാത്സംഗം ചെയ്യിക്കുക. ഇതൊക്കെ ഇനി രാഷ്ട്രീയക്കാർ ചെയ്യും. കാരണം അവന് ശിക്ഷ കൊടുക്കാൻ
ഇന്ത്യൻ ഭരണഘടനയിൽ നിയമമില്ല. സുപ്രീം കോടതിക്ക് പോലും ഞാൻ ചീഫ് ജസ്റ്റിസിനെയോ ജഡ്ജിമാരെയോ ഒന്നും കുറ്റം പറയില്ല. നമ്മുടെ ഭരണഘടന അങ്ങനെയായിപ്പോയി. ഇതാണ് വളരെ സൂക്ഷ്മമായി അത് അന്വേഷിക്കണമെന്ന് പറഞ്ഞ് സുപ്രീം കോടതി പറഞ്ഞ ഇന്നലത്തെ ആ കേസിൻ്റെ റിസൾട്ട്. ഇത് വന്നപ്പോൾ ഈ സമരക്കാർ CJP-ക്കാർ പറയുകയാണ്, ഞങ്ങൾ ഇതിനെതിരെ പ്രവർത്തിക്കും. ഇത് ഏതൊക്കെ പത്രത്തിൽ ഞാൻ കണ്ടു. ഇതിനെതിരെയായിട്ട് ഞങ്ങൾ വീണ്ടും സമരവുമായിട്ട് ഇറങ്ങും. അതിൻ്റെ അർത്ഥം എന്താണ്? സുപ്രീം കോടതിയെ പോലും ഞങ്ങൾക്ക് പുല്ലുവിലയാണ് എന്നല്ലേ മനസ്സിലാക്കേണ്ടത്. അപ്പം ഇവരുടെ പിന്നിൽ ആരാണ്? ഈ രാജ്യത്തെ വിഘടിപ്പിക്കാൻ, ഈ രാജ്യത്തെ നശിപ്പിക്കാൻ, ഈ രാജ്യത്തെ ഇല്ലായ്മ ചെയ്യാൻ നീറ്റ് എന്ന പരീക്ഷയുടെ മറവിൽ ഇറങ്ങിത്തിരിച്ച ഇവരുടെ പിന്നിൽ ആരാണ്? ഇത് കണ്ടെത്തുക തന്നെ വേണം. മധ്യസ്ഥ ചർച്ചയിൽ ഈ കലാപങ്ങളെക്കുറിച്ച് ചോദ്യം വന്നപ്പോൾ ഈ പോലീസ് സേന 150 ആൾക്കാരാണ് വിവിധ തരം അപകടങ്ങൾ സംഭവിച്ച് ഹോസ്പിറ്റലൈസ് ആയിരിക്കുന്നത്. 5-6 IPS ഉദ്യോഗസ്ഥർ വളരെ ശക്തമായ അപകടം സംഭവിച്ച് ഹോസ്പിറ്റലിലാണ്. അതൊന്നും ഞങ്ങളല്ല, സമരക്കാർ പറയാ, ഈ CJP-ക്കാർ അഭിഷേക് ദീപ്കയൊക്കെ പറയാ, അത് ഞങ്ങളല്ല, ഞങ്ങളുടെ ഇടയിൽ കയറിക്കൂടിയവരാണ് ചെയ്തത്. എന്തായാലും അങ്ങനൊരു വാക്ക് അവർ പറഞ്ഞല്ലോ, ഞങ്ങളല്ല, ഞങ്ങളുടെ ഇടയിൽ കയറിക്കൂടിയവരെ എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ എനിക്ക് ഈ കയറിക്കൂടിയവരുടെ കഥ പറയുമ്പോൾ ഈ കയറിക്കൂടിയവരാരാണ്? അതാണ് സുപ്രീം കോടതിയുടെയും സംശയം. ഇവർ പറയുന്നത് പൂർണ്ണമായും ശരിയാണോ എന്ന് ഇവരെ തന്നെ ഇനി സ്റ്റഡി ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം ഇവർ കൈ കഴുകി നിൽക്കുകയാണ്, കയറിക്കൂടിയവരുടെ മേലിലേക്ക് അത് ചാർത്തി വിട്ടിരിക്കുകയാണ്. ഇനി ആരാണ് കയറിക്കൂടിയത്? ഒരു സംശയവും വേണ്ട, ഈ രാജ്യത്തിൻ്റെ വളർച്ചയിൽ, ഈ രാജ്യത്തിൻ്റെ ഇപ്പോഴുള്ള ഇതിൽ കുശുംബിളകി നടക്കുന്ന ആ ജിഹാദികൾ തന്നെയാണ്. ഒരു സംശയവും വേണ്ട. അതിനുള്ള വ്യക്തമായ തെളിവുകൾ ഓരോന്നായി കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതിനുള്ള ഒന്നാമത്തെ തെളിവായിട്ട് ഞാൻ പറയാം. മലയാളത്തിലെ ഏറ്റവും പഴയ ഒരു പത്രമാണ് മാതൃഭൂമി. ഈ മാതൃഭൂമിയിൽ വന്ന ഒരു ന്യൂസ്, എന്താ ന്യൂസ്? ഈ നീറ്റ് പരീക്ഷയുമായുള്ള സമരം ഇവിടെ തുടങ്ങാൻ പോകുന്നു എന്നറിയുമ്പോൾ ഇന്ത്യക്ക് പുറത്തു നിന്ന് പല സ്ഥലങ്ങളിൽ നിന്നും കൂട്ടമായിട്ട് അതിനെ സപ്പോർട്ട് ചെയ്യാൻ ഗുണ്ടകളായ ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട്. അതിന് തെളിവുകൾ നിരത്തിക്കൊണ്ടാണ് മാതൃഭൂമി റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത്. അതിൽ പറഞ്ഞ ഒരു റിപ്പോർട്ട് എന്താണെന്ന് വെച്ചാൽ, വയനാട് ജില്ലയിൽ നിലമ്പൂരുള്ള ഒരു വ്യവസായി എങ്ങനെ വ്യവസായി ആയെന്ന് ഞാൻ പറയുന്നില്ല, വ്യവസായി എന്നാണ് പറയുന്നത്. 2020 ആണ് അദ്ദേഹം വ്യവസായി ആയിട്ടുള്ളത്. അപ്പോൾ ഇത്ര പെട്ടെന്ന് ഈ 4-5 കൊല്ലം കൊണ്ട് ഇത്ര വലിയൊരു വ്യവസായി എങ്ങനെ ആയി എന്നൊക്കെ വേറെ, അത് നമ്മുടെ വിഷയമല്ല, എന്നാലും നമുക്ക് സംശയിക്കേണ്ട കാര്യങ്ങളാണ്. ഈ വ്യവസായിയുടെ സ്ഥാപനം UAE-യിലാണ്. അതിൻ്റെ പേര് അബ്രിക്ക എന്ന് പറയുന്ന ഒരു ലോജിസ്റ്റിക് കമ്പനിയാണ്. അതിൻ്റെ ഉടമസ്ഥനായ മുഹമ്മദ് ഷാജി വയനാട് ജില്ലയിൽ നിലമ്പൂർക്കാരനാണ്. ഇദ്ദേഹം ഈ സമരം ഇവിടെ തുടങ്ങിയെന്ന് കണ്ടപ്പോൾ UAE-യിൽ നിന്ന്, അദ്ദേഹത്തിൻ്റെ കമ്പനിയിൽ നിന്ന് ഒരു 10-23 പേരെ ടിക്കറ്റും, അതായത് അവിടെ നിന്ന് ഇങ്ങോട്ട് വരാൻ ടിക്കറ്റ്, ഇവിടെ ഈ ദിവസങ്ങളിൽ അവിടെ ജീവിക്കാനുള്ള ഫുഡ്, അക്കോമഡേഷൻ, എല്ലാ ചിലവുകളും കൂട്ടത്തിൽ കുറച്ച് അധികം ചിലവിനുള്ള കാശും ഒക്കെ ആയിട്ട് ഒരു ടീമിനെ ഇങ്ങോട്ട് പറഞ്ഞു വിടുന്നു. ഇത് ഒരു റൂമറൊന്നുമല്ല, ഇവിടുത്തെ ഒരു പ്രസിദ്ധമായ മലയാള പത്രമായ മാതൃഭൂമിയിൽ വന്ന ന്യൂസാണ്. ഇദ്ദേഹത്തിൻ്റെ പേരും ഒക്കെ വെച്ചുകൊണ്ട്
അതിൽ തമാശ അതല്ല. ഈ 23 പേരും ഈ സമരമുഖത്ത് വന്ന് പങ്കെടുക്കുന്നതും ആ 23 പേരുടെ ഫോട്ടോയും മാതൃഭൂമി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നിസ്സാര കാര്യമല്ല നാട്ടുകാരെ. നമ്മുടെ നാടിനെ നശിപ്പിക്കാനായി ഇപ്പോഴും ഓരോ ഘട്ടങ്ങളിലും അതിനുള്ള ചാൻസ് നോക്കി നടക്കുന്ന ഇത്തരത്തിലുള്ള വിഘടനവാദികൾ, ദേശദ്രോഹികൾ നിറഞ്ഞു നിൽക്കുന്നു നമ്മുടെ ദേശത്ത്. അതുകൊണ്ടാണല്ലോ ഈ കലാപമുണ്ടായപ്പോൾ ഓരോ സംസ്ഥാനങ്ങളിലും കലാപമുണ്ടാക്കി, പ്രതിഷേധമുണ്ടായി. അവിടെയെല്ലാം അതാത് സർക്കാരുകൾ ആ കലാപകാരികളെ ഒതുക്കുന്നതിൻ്റെ ഭാഗമായി അവരെ തടുത്തപ്പോൾ, ഉന്തും തള്ളുമുണ്ടായപ്പോൾ കേസെടുത്തു, FIR ഇട്ടു, അറസ്റ്റ് ചെയ്തു. മഹാരാഷ്ട്രയിലുണ്ടായി, ബീഹാറിലുണ്ടായി, മധ്യപ്രദേശിലുണ്ടായി, ഉത്തർപ്രദേശിലുണ്ടായി, കേരളത്തിലുണ്ടായി. ഇവരൊക്കെ അകത്ത് കിടക്കുന്നുണ്ട്, കേസുകൾ ചാർജ് ചെയ്തിട്ടുണ്ട്, FIR ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ സുപ്രീം കോടതി ഓർഡറും വന്നു കേസുമായി മുന്നോട്ട് പോകാൻ. ആ സമയത്ത് കേരളത്തിൽ മാത്രം പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയും കൂടി ചർച്ച ചെയ്ത് ഈ കേസുകൾ ഒഴിവാക്കുന്നു, ജയിലിലുള്ളവരെ വിട്ടയക്കുന്നു. അതെവിടുത്തെ ഇടപാടാണ്? സുപ്രീം കോടതി ചോദിക്കണം, ഇവരോട് വിശദീകരണം ചോദിച്ചിരിക്കണം. വെറുതെ വിടരുത്. കാരണം പൗരത്വ ബില്ലുണ്ടായപ്പോൾ ഡൽഹിയിലെ കലാപം, UPയിലെ കലാപം, മംഗലാപുരത്തെ ആദ്യം കലാപം തുടരുന്ന മംഗലാപുരത്താണ് തുടങ്ങുന്നത്. ഇതിനൊക്കെ നേതൃത്വം കൊടുത്തത്, അതിൽ പങ്കെടുത്തതിൽ ഭൂരിപക്ഷവും മലയാളികളായിരുന്നു. അപ്പോൾ ഈ വിഷയത്തിൽ ഒരു കാരണവശാലും സുപ്രീം കോടതി പിന്നോട്ട് പോകരുത്. ഇവിടത്തെ ഭരണകൂടത്തിനോട് വിശദമായ വിശദീകരണം തന്നെ ചോദിക്കണം. കാരണം രാജ്യത്ത് നടക്കുന്ന സകല പ്രശ്നങ്ങളിലും മുന്നിൽ നിൽക്കുന്നത് കേരളത്തിൽ നിന്ന് ഉള്ളവരാണ് എന്ന ഒരു തെളിവുകൾ വന്ന സ്ഥിതിക്ക് തീർച്ചയായും ഇവിടെ ഭരിക്കുന്നവരുടെയും പ്രതിപക്ഷത്തിരിക്കുന്നവരുടെയും വിശദീകരണം, കാരണം അവർ ഇതിന് കൂട്ടുണ്ടോ എന്നറിയുക തന്നെ വേണം. പൗരത്വം ബില്ല് വരുമ്പോൾ കലാപമുണ്ടായി, എല്ലാവർക്കും അറിയാലോ. ആദ്യത്തെ വെടി പൊട്ടിയത് മംഗലാപുരത്താണ്, 1-2 ആൾ അവിടെ മരിച്ചിട്ടുള്ളൂ. പിന്നെ ഡൽഹി, UP പല സ്ഥലത്തും കലാപമുണ്ടായി, വെടിവെപ്പുകളുണ്ടായി. 100 ആൾക്കാരാണ് മരിച്ചത്. അപ്പോൾ ഈ കലാപം ഉണ്ടാക്കിയതാരാണ്? അത് ലിസ്റ്റ് എടുത്ത് നോക്കുമ്പോഴാണ് മലയാളികൾ, കേരളക്കാരാണ് അധികവും. ഈ സമരവും ഈ നീറ്റ് പരീക്ഷ സത്യത്തിൽ ഈ ദീപ് കെ അല്ലെങ്കിൽ ആരും തന്നെ മലയാളിയൊന്നുമല്ല. കാരണം മലയാളിക്ക് ഇതിനെതിരെ സമരം ചെയ്യാനുള്ള അവകാശമോ അതിനുള്ള ഇതില്ല. അതിലും വലിയ പരീക്ഷാ ചോർപ്പും PSCയിലെ കള്ളത്തിലും ഒക്കെ നടക്കുന്ന സംസ്ഥാനമാണ് കേരളം. അവർ പോയിട്ട് ഇതെന്താ അതൊന്നൊരു വിഷയമല്ല. പക്ഷേ അവിടെ ഒരു സമരം വന്നപ്പോൾ ഇതെന്നെ കിട്ടിയ ചാൻസ് രാജ്യത്തിനെതിരെ ഒരു പണി കൊടുക്കാം എന്ന് തീരുമാനിച്ച് ഈ മുഹമ്മദ് ഷാജിയെ പോലെയുള്ള ഇത്തരം നിലമ്പൂക്കാരനെ പോലെയുള്ള മറ്റു പലരും, ഇവരൊക്കെ പേരിന് വരിക്ക് വരാൻ പോവുകയാണ്. അപ്പോൾ നീറ്റ് പരീക്ഷയൊന്നും മലയാളികളെ സംബന്ധിച്ചുള്ളൊരു വിഷയമല്ല. അതിലും വലിയ കുംഭകോണങ്ങളാണ് കേരളത്തിൽ നിന്ന് പുറത്തു വരുന്നത്. ഇപ്പോൾ സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ പാവങ്ങൾ കിടക്കുകയാണ്, പട്ടിണി കിടന്നിട്ട്. PSC റാങ്ക് ഹോൾഡേഴ്സ്, അതേമാതിരി വേറൊരു PSCയിലെ കള്ളത്തരങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്. അതായത് പരീക്ഷ പേപ്പർ പുറത്ത് പോയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇൻ്റർവ്യൂവിലെ കള്ളത്തരങ്ങൾ, ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കളുടെ ഭാര്യമാരും മക്കളും ജോലിയിൽ കയറി പാവങ്ങളായ, അതായത് മെറിറ്റിലുള്ളവരെല്ലാം ഔട്ട്. രാഷ്ട്രീയ നേതാക്കളുടെ ഭാര്യമാരും മക്കളും ജോലിയിൽ കയറുക. ഇതാണ് സ്ഥിരമായിട്ട് ഇപ്പോൾ കേരളത്തിൽ നടക്കുന്ന സംഭവം. 4 ആളെ PSC ജോലിക്ക് വെക്കുന്നുണ്ടെങ്കിൽ 3 ആളും പിൻവാതിൽ നിയമനമാണ്. ഒരാൾക്ക് ഇതേമാതിരി ലഹളമുണ്ടാക്കിയാൽ കിട്ടും. ഇതാണ് കേരളത്തിലെ ഇന്നത്തെ PSCയുടെ അവസ്ഥ. അപ്പോൾ
ഇവിടെ എനിക്ക് പറയാനുള്ളത് സുപ്രീം കോടതി വളരെ വ്യക്തമായിട്ടുള്ള ഓർഡർ ഇറക്കി കഴിഞ്ഞു. ഇനി അതിനോടനുബന്ധിച്ചുള്ള അന്വേഷണം മുന്നോട്ട് പോകണം. അതിനെതിരെ നിൽക്കുന്ന ഏതെങ്കിലും സംസ്ഥാനമുണ്ടെങ്കിൽ അവരുടെ വിഷയത്തിൽ സുപ്രീം കോടതി ഇനിയും ഇടപെടണം. അതുപോലെ തന്നെ ഇപ്പോൾ ഈ മുഹമ്മദ് ഷാജിയുടെ വിഷയം ഒരു പ്രധാന പഴയ കാലത്തെ വർത്തമാന പത്രമായ മാതൃഭൂമി പുറത്തുവിട്ട സ്ഥിതിക്ക് ഇത് സത്യമല്ലെങ്കിൽ അതിനെതിരെ മുഹമ്മദ് ഷാജി പുറത്തു വരണം. കാരണം ഇവിടെയുള്ള എല്ലാ ജിഹാദികൾക്കും ഒരു വെല്ലുവിളിയായ ഒരു സബ്ജക്റ്റാണിത്. മുഹമ്മദ് ഷാജി പറയണം ഞാൻ അറിയാത്ത സംഭവമാണ് എന്ന്, അല്ലെങ്കിൽ മാതൃഭൂമിക്കെതിരെ കേസ് കൊടുക്കണം. നമുക്ക് കാത്തിരുന്ന് കാണാം മുഹമ്മദ് ഷാജി എന്താ ചെയ്യാൻ പോകുന്നത് എന്ന്. ഇത് ചെയ്തില്ലെങ്കിൽ മുഹമ്മദ് ഷാജിയുടെ കാര്യം കട്ടപ്പുകയാണ്. കാരണം മുഹമ്മദ് ഷാജിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്ത്യൻ എംബസിയും ഇന്ത്യൻ പാസ്പോർട്ട് കൈപ്പിടിച്ച് നടക്കുന്ന ആളാണ്. ഒരു തീവ്രവാദവുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിലാണ് മുഹമ്മദ് ഷാജിയുടെ വിഷയം ചെന്നപ്പെട്ടിരിക്കുന്നത്. അതും പ്രസിദ്ധീകരിക്കുന്ന പ്രസിദ്ധമായ ഒരു പത്രമായ മാതൃഭൂമിയാണ്. അപ്പോൾ ഒന്നുമില്ലെങ്കിൽ മാതൃഭൂമി പത്രം ഈ ന്യൂസ് പിൻവലിക്കണം. സമ്മർദ്ദം. കാരണം മാതൃഭൂമി ഏത് മാനേജ്മെൻറ്റിലാണ് നിൽക്കുന്നത് കുറേ കാലമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ മുഹമ്മദ് ഷാജി ഈ CJP സമരക്കാർ പറഞ്ഞ അയ്യോ ഞങ്ങളൊന്നും അറിഞ്ഞില്ലേ, അത് വേറെ സംഭവമാണ് എന്ന് പറഞ്ഞ് കൈ കഴുകേണ്ടി വരും. എന്തായാലും ആ 23 പേരുടെ ഒന്നിച്ചു നിന്നുള്ള ഫോട്ടോ ഇവിടെ കിട്ടേണ്ടവരുടെ കയ്യിൽ എത്തിക്കഴിഞ്ഞു. മാതൃഭൂമി അത് വളരെ ക്ലിയറായിട്ട് പ്രസിദ്ധീകരിച്ചിട്ടുമുണ്ട്. ഒരു കാര്യം മനസ്സിലാക്കണം, ഈ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ മോദിജിയെ താഴെ ഇറക്കാൻ ഈ വിദേശ ശക്തികളുടെ പിൻബലത്തോടുകൂടി ഇത്തരത്തിലുള്ള ജിഹാദി കൂട്ടങ്ങൾ വളരെ ശക്തമായി പണിയെടുത്തു എന്നന്ന് അന്ന് പറഞ്ഞപ്പോൾ ഇന്നതിന് ശക്തമായ അടിത്തറ കിട്ടുകയാണ്. അത് ശരിയായിരുന്നു എന്നതിന്. അപ്പോൾ ഇനിയും വരും ദിനങ്ങളിൽ ഇന്ത്യയിലെ ഈ ശക്തമായ സർക്കാരിനെ പൊളിച്ച് കളഞ്ഞ് ദുർബലമാക്കണം ഈ രാജ്യത്തെ എന്ന വലിയൊരു അജണ്ടയുമായിട്ട് നടക്കുന്ന വലിയൊരു ലോക ശക്തി തന്നെ പുറത്തു കിടന്ന് വട്ടം തിരികെയാണ്. അവരുടെ ചട്ടുകങ്ങളായി ഇത്തരത്തിലുള്ള ഷാജിമാരും മറ്റുള്ള ജിഹാദികളും ഒക്കെ ഇനിയും തലപൊക്കും. ഈ വിഷയത്തിൽ സുപ്രീം കോടതി വളരെ ശക്തമായിട്ട് തന്നെ അത് നിരീക്ഷിച്ചുകൊണ്ട് അതിൽ ഇടപെടും എന്നതിന് യാതൊരു സംശയവും വേണ്ട. ജനങ്ങളെ ഓരോരുത്തരും നിങ്ങളുടെ പരിസരങ്ങളിൽ ഇത്തരത്തിലുള്ള എന്തെങ്കിലും സൂചന കിട്ടിയാൽ അത് അറിയിക്കേണ്ട ഉദ്യോഗസ്ഥരെ അപ്പോൾ തന്നെ അറിയിച്ചിരിക്കണം. ഇത് നീറ്റ് പരീക്ഷയല്ല, വിഷയം അതിഗൗരവമാ തന്നെയാണ്.